السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കാത്തുസൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ സുന്ദരമായ സന്തോഷത്തിൻ്റെ ഈ ദിനത്തിൽ ഏവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പും ഇബാദത്തുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും സ്വദഖകളും ത്യാഗങ്ങളും ക്ഷമയും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പിൽ സന്തോഷത്തോടു കൂടി ഒത്തുകൂടാനും പ്രവേശിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മിലെ ഓരോ സഹോദരങ്ങൾക്കും അള്ളാഹു സുരക്ഷിതത്വം നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഈദ് മുസ്വല്ലയിൽ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ മാരകമായ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടവർ ഉണ്ടാവാം. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇനി ഞാനെന്ത് ചെയ്യും? കടം കൊണ്ട് വീർപ്പ് മുട്ടുന്ന സഹോദരങ്ങളുണ്ടാകും. അവരുടെ മനസ്സിപ്പോൾ തപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അവരും ചോദിക്കുന്നുണ്ട്, ഇനി ഞാനെന്ത് ചെയ്യുമെന്ന്. നമ്മുടെ വിവാഹം പ്രതിസന്ധിയിലായവർ, കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടായവർ, ഉന്നത ബിരുദങ്ങളുണ്ടായിട്ടും ജോലി ലഭിക്കാത്തവർ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി ഞാനെന്ത് ചെയ്യുമെന്ന്. ഇതൊരു വ്യക്തിയുടെ ചോദ്യമാണ് എങ്കിൽ ഒരു സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായത്തിൻ്റെ മുന്നിലെ ചോദ്യവും ഇത് തന്നെയാണ്. ഇനി ഈ സമുദായം എന്ത് ചെയ്യും? എവിടെ നോക്കിയാലും എങ്ങും അപരവൽക്കരണമാണ്, വേട്ടയാടലാണ്. എവിടെ ബോംബ് പൊട്ടിയാലും മുസ്ലിം പേരുകാരനുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വാർത്തയായി. അതിലൊരു മുസൽമാൻ്റെ പേരില്ലെങ്കിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു സാധാരണ സംഭവമായി സമൂഹത്തിൽ അത് കടന്നുപോകും. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിൽ സംഭവിച്ചതും ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബ് വാർത്തകളും വിലയിരുത്തുമ്പോൾ ഏതൊരു സാധാരണക്കാരനും
അക്കാര്യം ബോധ്യപ്പെടും. ഇവിടെ സമുദായത്തിൻ്റെ ചോദ്യമാണ്, ഇനി ഈ സമുദായം എന്ത് ചെയ്യും എന്നുള്ളത്. ഭീകരാക്രമണം മുസ്ലിം പേരുണ്ടായാൽ മാത്രമാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് മനോരോഗമാണ്, ലഹരിക്ക് അടിമപ്പെട്ടവൻ്റെ വിക്രിയകൾ മാത്രമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടക്കുന്ന ചർച്ചകൾ നോക്കിയാൽ സിനിമകൾ വിറ്റുപോകുവാനും കരുവാക്കപ്പെടുന്നത് ഈ സമുദായത്തെ തന്നെയാണ്. പത്രങ്ങളുടെ സർക്കുലേഷനും ചാനലുകളുടെ റീച്ചും അതുപോലെ ചിലരുടെ രാഷ്ട്രീയ താൽപ്പര്യ സംരക്ഷണത്തിനും ഇസ്ലാം എന്ന ഒരു ആശയവും മുസ്ലിം എന്നൊരു പേരും യഥേഷ്ടം ഇന്ന് സമൂഹത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു സമുദായത്തിൻ്റെ വിഷയമാണ് എങ്കിൽ ഇനി ഒരു രാജ്യം എന്ന നിലക്ക് നമ്മുടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും ഇന്ന് ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ്. ഇന്ത്യക്കാരായ നമ്മൾ എന്ത് ചെയ്യും എന്നതാണ്. ഏതൊരാളും ചിന്തിക്കുന്ന ഒരു ചിന്തയായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കുമോ, അതോ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുമോ? ഇവിടെ ഓരോ രാജ്യക്കാരനും ചോദിക്കുന്നു, ഇനി നമ്മൾ എന്തു ചെയ്യും? ഈ തവണത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പ് കേവലമായൊരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാജ്യത്തിൻ്റെ ഗതി നിർണയിക്കുന്ന നിർണായകമായ ഒരു സന്ദർഭം കൂടിയാണ്. കാരണം അടുത്ത പ്രാവശ്യം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന് ചിന്ത വരെ ഇന്ന് സമൂഹത്തിൽ, നാട്ടിൽ, രാജ്യക്കാർക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുസ്ലിം ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെയുള്ള ഓരോ മുസ്ലിമും ചിന്തിക്കുന്ന ചോദ്യവും അവൻ്റെ മനസ്സിലുള്ള ചിന്തയും ഇതാണ്, ഇനി ഞങ്ങൾ എന്തു ചെയ്യും എന്ന്. വിശിഷ്യ ഗസയിലെ അതിലെ പിഞ്ചോമനകളെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. 6 മാസമായി തുടരുന്നു നരനായാട്ട്. ഈ റമദാനിലും തുടരുകയാണ്. ഈ പെരുന്നാൾ ദിനത്തിലും പിഞ്ചു പൈതങ്ങൾ അലമുറയിട്ട് കരയുകയാണ്. 33,000-ത്തിലധികം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്, ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഔദ്യോഗിക കണക്കുകൾ തന്നെ പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ യുദ്ധം നിർത്തുവാൻ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ധാർഷ്ട്യത്തോടു കൂടി മുന്നോട്ട് പോവുക തന്നെയാണ്. ഇവിടെ ഓരോ മുസൽമാനും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ലോകം ഇനി എന്തു ചെയ്യും എന്നത്. വിശ്വാസികളെ, ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരായ നമ്മുടെ മനസ്സുകളിൽ പൊതുവെ 2 നിലപാടുകൾ ഉണ്ടാവാറുണ്ട്. ആ 2 നിലപാടുകളും തെറ്റാണ്. ഒന്ന്, ഇനി ഒന്നും ചെയ്യാനില്ല, കടുത്ത നിരാശയുടെ, നിസ്സംഗതയുടെ ഒരു മനസ്സ്. തീർത്തും അത് തെറ്റുതന്നെയാണ്. മറ്റൊന്ന്, ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിലൊന്നും എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജോലിയും ഒക്കെ യഥേഷ്ടം സന്തോഷത്തോടു കൂടി ഇവരെ അങ്ങ് ജീവിച്ച് മരിച്ചു പോകും എന്നാണ്. ഈ 2 നിലപാടുകളും തെറ്റു തന്നെയാണ്. തീർച്ചയായും ഈ 2 നിലപാടും നമുക്ക് പാടില്ലാത്തത് തന്നെയാണ്. ശരി, നമുക്ക് പലതും ചെയ്യുവാനുണ്ട്, നമുക്ക് പലതും ആഗ്രഹിക്കുവാനുണ്ട്, നമുക്ക് പലതും ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ഉണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം നേരിടാൻ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ നിർഭയത്വമുള്ളവരായിരിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏറ്റി അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ ആ നിർഭയത്വമുള്ള വാക്ക് നമ്മുടെ മനസ്സിന്റെ സന്തോഷമായി നമുക്ക് മാറണം. നിർഭയത്വം നമ്മുടെ പുറത്തല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, പുറത്തുള്ള സമൂഹത്തിന് ചിത്രം നോക്കിക്കൊണ്ടല്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരേണ്ടുന്ന ഒരു വികാരമാണ് നിർഭയത്വം എന്നുള്ളത്. സഹോദരങ്ങളെ, ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷം, നാം ജീവിക്കുന്ന സാഹചര്യം
ശാന്തമാണെങ്കിൽ ഞാൻ നിർഭയനായിരിക്കും എന്നതല്ല ശരി. മറിച്ച് ചുറ്റുപാടുകൾ എത്ര കലുഷിതമാണെങ്കിലും, ചുറ്റുപാടുകൾ എത്ര എതിരാണെങ്കിലും, ചുറ്റുപാടുകൾ തന്നോട് എത്രമാത്രം പോർവിളികൾ നടത്തുന്നുണ്ടെങ്കിലും അതിനോട് നേരിടാൻ എൻ്റെ മനസ്സ് കരുത്തുള്ളതായിരിക്കും എന്ന തീരുമാനത്തെയാണ് നിർഭയത്വം, പേടിയില്ലായ്മ എന്ന് പറയുന്നത്. കടൽ എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും ആ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നവനാണ് യഥാർത്ഥ കപ്പിത്താൻ. നമുക്കറിയാം, എത്ര തിരക്കുള്ള റോട്ടിലൂടെയും അനായാസം തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്നവനെയാണ് യഥാർത്ഥ ഡ്രൈവർ എന്ന് പറയുന്നത്. അല്ലാതെ തിക്കും തിരക്കുമൊഴിഞ്ഞ് ആരുമില്ലാത്തൊരു റോട്ടിലൂടെ ഡ്രൈവ് ചെയ്യുന്നവനെ ഡ്രൈവർ എന്ന് വിളിച്ചുകൂടാ. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നവനെയാണ് നമ്മൾ ഓരോരുത്തരും ഒരു വ്യക്തിയായി, നിർഭയത്വമുള്ളവനായി പരിഗണിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നെഞ്ചകം അത് ശാന്തമാകണം. നമ്മുടെ നെഞ്ചകം ശാന്തമാകാൻ നാം അറിയേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം അനുഭവിക്കുന്ന പ്രതിസന്ധിയാണോ യഥാർത്ഥ പ്രതിസന്ധി, അതോ ഇതിലും വലിയൊരു പ്രതിസന്ധി വരാനുണ്ടോ എന്നതാണ്. മറ്റൊന്ന്, ഈ ദുനിയാവിൽ ലഭിച്ചിട്ടുള്ള നൈമിഷികമായ സുഖങ്ങളാണോ ഏറ്റവും വലിയ പ്രതിഫലം, അതോ അതിനേക്കാൾ ഉത്തമമായൊരു പ്രതിഫലം എനിക്ക് ലഭിക്കാൻ ഉണ്ടോ എന്ന തിരിച്ചറിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് നാളെയുടെ പരലോകമാണ് യഥാർത്ഥ ലക്ഷ്യം. നാളെയുടെ പരലോകത്തുള്ള വിജയമാണ് യഥാർത്ഥ വിജയം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യനും, എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, മരിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിലാണ് അവന്റെ പ്രവർത്തനങ്ങളുടെ സമ്പൂർണ്ണ പ്രതിഫലം ലഭിക്കപ്പെടുക. അവന്റെ ജീവിതത്തിന്റെ കണക്കുകൾ വിചാരണക്കെടുത്തുകൊണ്ട് നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കി യഥാർത്ഥ വിജയവും യഥാർത്ഥ ലക്ഷ്യവും യഥാർത്ഥ പ്രതിഫലവും നിശ്ചയിക്കപ്പെടുക ബഅദൽ മൗത്ത്, അവന്റെ മരണത്തിനു ശേഷമാണ്. മഹത്തായ വിജയം എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാർ. ആരെങ്കിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക, നരകപ്രവേശനത്തിൽ നിന്ന് അവന്റെ ശരീരത്തെ സുരക്ഷിതമാക്കപ്പെടുക, വഉദ്ഖിലൽ ജന്ന, അവൻ സ്വർഗ അവകാശിയായി തീരുകയും ചെയ്യുക. അല്ലാഹ് പറഞ്ഞു, ഫഖദ് ഫാസ്. അതാണ് യഥാർത്ഥ വിജയം, അതാണ് യഥാർത്ഥ വിജയം, അത് മാത്രമാണ് യഥാർത്ഥ വിജയം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ. ഒരു മനുഷ്യനെ വഞ്ചിക്കുന്ന ഏറ്റവും വലിയ വിഭവം ഈ ദുനിയാവ് മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യബോധത്തെ, പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ അകം നിറക്കുന്ന, അകത്ത് പ്രകാശം നിറക്കുന്ന ഈ പവിത്രമായ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇവിടെ എല്ലാം നേടിയാലും മരണത്തോടു കൂടി എല്ലാം അവസാനിക്കും. 10-15 വർഷം പഠിച്ച് ജോലിക്ക് കയറുവാൻ നിൽക്കുന്നതിന് തലേ ദിവസം അറ്റാക്ക് വന്നാൽ മതി. ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് തന്റെ ജീവിതത്തിന്റെ സ്വപ്ന സൗധം പടുത്തുയർത്തി കുടുംബജീവിതം ആസ്വദിക്കാൻ തീരുമാനിക്കുന്ന തലേന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ മതി, എല്ലാം നഷ്ടപ്പെടുന്നവനായി മനുഷ്യൻ തീരും. വിശ്വാസികളെ, അതിനുശേഷമുള്ള ഒറ്റക്കുള്ള യാത്രയിൽ നരകമെന്ന വൻ വിപത്തിലാണ് നാം അകപ്പെടുന്നത് എങ്കിൽ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അതോടുകൂടി അസ്തമിക്കുകയാണ്. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്താണ് നമ്മുടെ ലക്ഷ്യം? അകം നിറക്കുന്ന പ്രതിഫലമോഹവും സ്വർഗപ്രവേശനവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. നരകത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള ആയുധം എന്താണ്? ഈ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നാം കഴിച്ചുകൂട്ടിയത് ആ ആയുധ ശേഖരണത്തിനു വേണ്ടിയായിരുന്നു, ആ പാതേയ സംരക്ഷണത്തിനു വേണ്ടിയായിരുന്നു, ആ മനസ്സിന്റെ കരുത്ത് നേടുവാൻ വേണ്ടിയായിരുന്നു. അതാണ് തഖ്വ. അതാണ് തഖ്വ, സൂക്ഷ്മതാബോധം. അത് നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വാമ, ഒരാൾ നോമ്പ് അനുഷ്ഠിച്ച് യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് അവൻ അനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ, അവന്റെ മുഖത്തെ, അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് 70 ഖരീഫ,
70 വർഷക്കാലത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റുമെന്നാണ്. റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 29 നോമ്പുകൾ പൂർത്തിയാക്കി അതിന്റെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. അതെ, തഖ്വ കൊണ്ട് നരകമോചനം, സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാകും. ഇതാണ് നമ്മുടെ മനം നിറക്കേണ്ടുന്ന പവിത്രമായ വിശ്വാസം. നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇത്. നമുക്കെന്ത് ചെയ്യാനുണ്ട്? ഈ ലോകത്തിനു മുമ്പിൽ, ഈ രാജ്യത്തിനു മുമ്പിൽ, ഈ നാടിനു മുമ്പിൽ, ഈ സമുദായത്തിനു മുമ്പിൽ വ്യക്തി എന്ന നിലക്ക് നമുക്കെന്ത് ചെയ്യാനുണ്ട്? അതിനുള്ള ഉത്തരമാണ് റമളാനിൽ നാം നേടിയ ഈമാനും ആ സൂക്ഷ്മതയും തഖ്വയും കൈവിടാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പറയുകയാണ്, തഖ്വയുണ്ടെങ്കിൽ ആ മനസ്സിനെ അടഞ്ഞു പോകുന്ന, ആ മനസ്സിൽ ഇരുട്ട് നിറക്കുന്ന, ആ മനസ്സിൽ ഭയപ്പാടുകൾ ഉണ്ടാക്കുന്ന എല്ലാ കവാടങ്ങളെയും അള്ളാഹു അടക്കുകയും നന്മയുടെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, ആഗ്രഹങ്ങളുടെ, ലക്ഷ്യബോധത്തിന്റെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ കവാടങ്ങൾ അള്ളാഹു തുറക്കുകയും ചെയ്യുമെന്നാണ്. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടി, സൂക്ഷ്മതയോട് കൂടി ജീവിക്കുന്നത്, അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ പ്രതിസന്ധികൾക്കും റഹ്മാനായ റബ്ബ് പോം വഴി നിശ്ചയിക്കുക തന്നെ ചെയ്യും. അവന് പരിഹാരമുണ്ടാക്കി കൊടുക്കും, അവന്റെ പ്രതിസന്ധികൾ പരിഹരിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പോലും വിചാരിക്കാത്ത, അവൻ പോലും കണക്കാക്കാത്ത, അവൻ പോലും നനച്ചിട്ടില്ലാത്ത വിധത്തിൽ അവന്റെ ഉപജീവനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കും. ലാ യഹ്തസിബ്, അവൻ പോലും കണക്കാക്കാത്ത, അവൻ പോലും വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവന്റെ ഉപജീവനത്തെ അല്ലാഹു നന്നാക്കി കൊടുക്കും. വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തത്, അള്ളാഹു മതി എന്ന പവിത്രമായ ആദർശത്തിലേക്ക് തിരിച്ചു നടന്നത്, ഞാനല്ല എന്റെ സെക്കൻഡുകളെ നിയന്ത്രിക്കുന്നത്, ഞാനല്ല എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, ഞാനല്ല എന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നത്, ഞാനല്ല എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നത്, ഞാനല്ല എന്റെ സമുദായത്തെ സംരക്ഷിക്കുന്നത്, എന്റെ റഹ്മാനായ റബ്ബാണ്. ആ റബ്ബെന്നെ പരിഗണിക്കാൻ, ആ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പരിഗണനീയനാകാൻ ഞാൻ എന്റെ കയ്യൊന്നുയർത്തിയാൽ അള്ളാഹു സ്വീകരിക്കാൻ ആ തഖ്വ എനിക്കുണ്ടായാൽ, വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തത് അവന് അല്ലാഹു ഫഹുവ ഹസ്ബ്, അവൻ അല്ലാഹു മതി, അവൻ അല്ലാഹു മതി, അവൻ മാത്രം മതി അവന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നല്ലാഹ ബാലിഗു അംരി, അല്ലാഹു തന്റെ കാര്യം കൃത്യമായി പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ള വെച്ച ക്രമത്തിലേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. എത്ര വലിയ സ്വച്ഛാധിപതി വന്നാലും, എത്ര വലിയ ചക്രവർത്തി വന്നാലും അള്ളാഹു വിശ്വാസികളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പരിശുദ്ധ റമളാനിന്റെ 17 നാം ഓർത്തുപോയ ബദറിന്റെ ചരിത്രമുണ്ടല്ലോ വിശ്വാസികളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത ഫിഅത്തിൻ കസീറ. എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജയിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ വാക്കല്ലേ. എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് ഈമാനുള്ള, തഖ്വയുള്ള, ജീവിതത്തിൽ വിശുദ്ധിയുള്ള, ആത്മാഭിമാനമുള്ള, മനസ്സുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ച് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എത്രയെത്ര കൊച്ചു സംഘങ്ങളെയാണ് റഹ്മാനായ റബ്ബ് സംരക്ഷിച്ചിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു അനുവദിക്കും. അള്ളാഹു നമ്മെ സ്നേഹിക്കും. വല്ലാഹു മഅസ്വാബിരീൻ, അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. ക്ഷമിച്ച് സഹിച്ച് തന്റെ ജീവിതത്തെ ലക്ഷ്യബോധത്തോടു കൂടി കൊണ്ട് നടക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആധിപത്യം, അധികാരം, മതത്തിന്റെ നിലനിൽപ്പ്, നിർഭയത്വം, ഇതല്ലേ നമ്മുടെ സ്വപ്നം? അല്ലേ? മുസ്ലിം ഉമ്മത്തിന് നിലനിൽപ്പുണ്ടാവണം, നമുക്ക് നിർഭയത്വം ഉണ്ടാവണം, നാം വിശ്വസിക്കുന്ന പവിത്രമായ മതത്തിന് സംരക്ഷണം ലഭിക്കണം. ഇത് ആഗ്രഹിക്കുന്നവനാണ് മുസൽമാനെ എങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങൾക്കത് ഞാൻ ഉറപ്പ് നൽകിയിരിക്കുന്നു. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അള്ളാഹു ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വിശ്വാസം മാത്രം പോരാ, വഅമിലുസ്സാലിഹാത്ത്, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ പൂർവികർക്ക് ഈ ഭൂമുഖത്ത് ഖിലാഫത്ത് നൽകിയതുപോലെ
അധികാരം നൽകിയതുപോലെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്കും അധികാരം നൽകുക തന്നെ ചെയ്യും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും. നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ, നിങ്ങൾക്ക് തൃപ്തിയോട് കൂടി റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം, അതിന് അല്ലാഹു നിർഭയത്വത്തോടു കൂടി ജീവിക്കാനും അതിനുള്ള സ്വാധീനവും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയപ്പാടുകൾക്ക് ശേഷം നിർഭയത്വം, ഭയമില്ലാതെ ജീവിക്കുവാനുള്ള സാഹചര്യം അല്ലാഹു നൽകും. ഈ 3 ഗുണങ്ങൾ പറഞ്ഞിട്ടല്ല പറഞ്ഞു അതാണ് ഉണ്ടാവേണ്ടത്. യഅബ്ദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈഅ, ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഒരു ജാറവും ഒരു ബീവിയും ഒരു തങ്ങളുമില്ലാത്ത, കയ്യിൽ ഐക്കല്ലും ഏലസുമില്ലാത്ത തന്റെ പ്രാർത്ഥനകളും തന്റെ അർത്ഥനകളും തന്റെ നേർച്ചകളും എല്ലാം റഹ്മാനായ റബ്ബിനോട് മാത്രമാക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന പവിത്രമായ ആയത്തിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി നിങ്ങൾ മാറുക. എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ നൽകാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ശരി, ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താ? ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്കുള്ള യാത്രകളും തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള തങ്ങളുടെയും ബീവിയുടെയും ജാറങ്ങളിലേക്കുള്ള നേർച്ചകളുമല്ലാതെ എന്താണ് മഹാഭൂരിപക്ഷം വരുന്ന ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. ഒരു നൂല് കൊണ്ട് പോലും, മനസ്സിന്റെ ഒരു ചിന്ത കൊണ്ട് പോലും നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ നിർഭയമായി എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എന്നോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഉത്തമ ഉമ്മത്തായി നിങ്ങൾ മാറിയാൽ ഈ ഖിലാഫത്ത് നിങ്ങൾക്ക് നൽകും. ഈ ഭൂമി ലോകത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന പവിത്രമായ മതത്തിന് ആധിപത്യം നൽകും. നിങ്ങളെ കുറിച്ചുള്ള ഭയം ജനങ്ങളുടെ മനസ്സുകളിൽ നിറച്ചു നൽകുകയും ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിശ്വാസത്തിലേക്ക്, ഈ പവിത്രമായ ആദർശത്തിലേക്ക് പ്രവാചകൻ ക്ഷണിച്ചപ്പോ ആ ഉമ്മത്തിന് മാറ്റമുണ്ടായി എങ്കിൽ ആ ആദർശം സ്വീകരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകും. അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നമുക്കൊന്ന് ചെയ്തുകൂടെ ഈ കർമ്മങ്ങൾ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ തക്ബീർ ചൊല്ലുമ്പോ ആ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചിട്ടയോട് കൂടി ജീവിച്ച് ഈ തഖ്വയുള്ളവരായിക്കൂടെ? ജമാഅത്ത് നമസ്കാരം ഒന്നുപോലും നഷ്ടപ്പെടാതെയാണ് ഈ റമദാൻ കടന്നു പോയത്. ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടുകൂടാ. ചിട്ടയായിരിക്കണം. നമ്മുടെ ജീവിതത്തെ സുന്നത്ത് നോമ്പുകൾ കൊണ്ട് ധന്യമാക്കണം. ഇതാ, നാളെ മുതൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന 6 നോമ്പുകളെ കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റമദാനിൽ ഖുർആൻ ഓതുകയായിരുന്നു, നമ്മൾ പഠിക്കുകയായിരുന്നു, ആദർശം ഉൾക്കൊള്ളുകയായിരുന്നു. സഹോദരി സഹോദരന്മാരെ, അത് കയ്യിൽ നിന്ന് വെക്കാതെ, നെഞ്ചകങ്ങളിൽ നിന്ന് കെട്ടുപോകാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. നാം തറാവീഹിന്റെ ലോകത്തായിരുന്നു അല്ലേ? എന്തൊരു സംതൃപ്തിയോട് കൂടിയാണ് നാം നമസ്കരിച്ചു കൊണ്ടേയിരുന്നത്. ആ നമസ്കാരം ഇന്ന് സുബഹിക്ക് മുമ്പ് ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിച്ചുകൊണ്ട് അതിനെ തുടർച്ച നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കുക തന്നെ വേണം. നാം നടത്തിയ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ ഒന്നും നിർത്തിക്കൂടാ. നാം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മക്കൾ, അവർക്കിനി വെക്കേഷനാണ്. അവർ വെക്കേഷന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്ലാമിന്റെ ദീപശിഖ അവർക്ക് കൊടുക്കുവാൻ പറ്റുന്ന മോറൽ ക്ലാസുകളുടെ ലോകത്തേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ നന്മകൾ നിറഞ്ഞ ഒരു ജീവിതത്തെ നമുക്കൊന്ന് നിലനിർത്തിക്കൂടെ? നമുക്കൊന്ന് നിലനിർത്തിക്കൂടെ? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെന്താ അവസാനിപ്പിച്ചാൽ? ചില കാര്യങ്ങളൊന്ന് തീരുമാനിച്ചുകൂടെ അവസാനിപ്പിക്കാൻ? ഈ ആഘോഷങ്ങളുടെ ത്വര, ടൂറുകളോടുള്ള ആർത്തി, കോടാനക്കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന പേക്കൂത്തുകൾ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? നമ്മളൊന്ന് നേതൃത്വം നൽകിക്കൂടെ? ലഹരിയും ലൈംഗിക വൈകൃതങ്ങളും സമ്മേളിക്കുന്ന DJ പാർട്ടികൾ, മൊബൈലിലെ ആഭാസലോകം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹരംഗത്തുള്ള ആഭാസങ്ങളും തോന്നിവാസങ്ങളും ധൂർത്തുകളും ഒന്ന് നമുക്ക് അവസാനിപ്പിച്ചുകൂടെ? ഉമ്മത്തെ, നമുക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? എങ്കിൽ മാത്രമേ റഹ്മാനായ റബ്ബ് നമ്മെ സംരക്ഷിക്കൂ.
നമ്മൾ ഇന്ന് ബ്യൂട്ടി പാർലറിന്റെ സംസ്കാരത്തിലേക്കാണ്. പതിറ്റാണ്ട് മുമ്പ് ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച ആ ബ്യൂട്ടി പാർലർ സംസ്കാരത്തിലേക്ക് നമ്മൾ മെല്ലെ ഇങ്ങനെ കടന്നു പോകുക. അവർക്ക് എന്തേ സംഭവിച്ചു? അവർ നാശത്തിന്റെ വക്കിലാണ്. നമുക്കും സംഭവിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സൗന്ദര്യം പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് ആസ്വദിക്കേണ്ടവർ മാത്രം ആസ്വദിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് എന്തിനും സൗന്ദര്യം ഉണ്ടാവുക. അല്ലേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ധൂർത്തവസാനിപ്പിച്ച് ഒന്ന് ജീവിതത്തെ ക്രമീകരിച്ചുകൂടെ? ഈ ചോദ്യത്തിന് എന്താ ഉത്തരം? അത് ഉത്തരം കണ്ടെത്തുമ്പോഴേ തഖ്വയുള്ളവരായി നമ്മൾ മാറും. പറ്റുന്നെന്താ അറിയോ? ഈ ദുനിയാവ് വല്ലാതെ നമ്മെ ആർത്തി പിടിപ്പിക്കുന്നുണ്ട്. ഈ ദുനിയാവിനോടുള്ള ആർത്തി നമ്മെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. നോട്ടുകളും ഏക്കറുകളും കോംപ്ലക്സുകളും ഒക്കെ വല്ലാതെ നമ്മെ മതിമറപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, ഇതൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ? ശത്രു നമ്മെ അതിജയിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ കാരണമാണ് ഞാൻ പറയുന്നത്. ശത്രു നമ്മെ അതിജയിക്കും. ഏതുപോലെ എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണത്തളികയിലേക്ക് കൈ നീളുന്നത് പോലെ, ഭക്ഷണത്തളികയിലേക്ക് കൈ നീളുന്നത് പോലെ ശത്രുക്കൾ നിങ്ങളെ തേടി വരും. ശത്രുക്കൾ നിങ്ങളെ തേടി വരും. റസൂലുള്ളാഹി പറഞ്ഞു, ലയൻസഅന്നല്ലാഹു മിൻ സുദൂരി അദുവ്വികും അൽമഹാബത മിൻകും. ശത്രുക്കളുടെ മനസ്സിൽ മുസ്ലിമീങ്ങളെ കുറിച്ചൊരു ഭയപ്പാടുണ്ടാകും. റസൂലുള്ളാഹിനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. സഹാബത്തിന് ശത്രുക്കൾക്ക് പേടിയായിരുന്നു. ആ മഹാബത്ത് നിങ്ങളിൽ നിന്ന് അല്ലാഹു ഇല്ലായ്മ ചെയ്യും. എന്നിട്ടോ വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബിഹിം അൽവഹൻ, നിങ്ങളുടെ മനസ്സിലൊക്കെ വഹൻ അല്ലാഹു ഇട്ട് നിറക്കും. വഹനിട്ട് നിറക്കും. അപ്പോ ഈ ഹദീസ് കേട്ട ഈ സന്ദർഭത്തിൽ ജീവിച്ച ഒരു സഹാബി ചോദിച്ചു, ഖാല ഖായിലുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹൻ, എന്താണ് നിങ്ങൾ വഹന് എന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ രണ്ട് വാക്കിൽ വിശദീകരിക്കുക, ഹുബ്ബുദ്ദുനിയാ, ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. നിങ്ങൾക്ക് മനസ്സിൽ ദുനിയാവിനോടുള്ള ഇഷ്ടം കൂടും, മരിക്കാൻ നിങ്ങൾക്ക് പേടിയാകും. മരണത്തെ നിങ്ങൾ പേടിക്കുകയും ദുനിയാവ് ലഭിച്ചാലും തികയാത്ത ആർത്തിയുള്ളവരായി നിങ്ങൾ മാറുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവ് വല്ലാതെ ആർത്തി ഉണ്ടാക്കുന്നുണ്ടോ? പേടിക്കണം, ശത്രുക്കൾ നമ്മെ വലയം ചെയ്യും. ഇത് മതപരമായ പരിഹാരമാണ്. മറ്റൊന്ന്, ദുനിയാവിലൊരു പരിഹാരമുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒന്നെന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്തിന്റെ ബാലറ്റ് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. 18 വയസ്സുള്ള ഒരാള് വോട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാവുന്നത്. അതങ്ങനെ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഇലക്ഷൻ വെള്ളിയാഴ്ച ആയത് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ പരിഹാരം? നേരത്തെ പോയി വോട്ട് ചെയ്യാന്നില്ല. നേരത്തെ പോയി വോട്ട് ചെയ്യാം. ഉദ്യോഗസ്ഥന്മാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അള്ളാഹ് അവിടെ എഴുതുക കൊടുത്തിട്ടുണ്ട്. അവിടെ ജമ്മും കസ്റുമാക്കി അവർക്ക് നമസ്കരിക്കാം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത എന്നുള്ള നിലക്ക് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കാൻ നമ്മുടേതായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണം. അങ്ങനെ തഖ്വയുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കണം. പറ്റുമോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരവ്, അല്ലാഹുവേ, നിന്റെ ഉത്തരവിനെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു റഹ്മാനെ എന്ന് പറയാനുള്ള പ്രഖ്യാപനമാണ് ഈ ഈദ് മൈതാനിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, മരണം യാഥാർത്ഥ്യമാണ്. മരണം നമ്മെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ മരണം കണ്ടുമുട്ടുമ്പോ നമ്മുടെ കോടാനക്കോടി സ്വത്തുക്കളുള്ള ആസ്തിക്ക് മുമ്പിൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കെട്ടി നമ്മെ വീട്ടുമുറ്റത്ത് നടക്കുമ്പോ, ആളുകൾ മുന്നോട്ട് പോകുമ്പോ കുടുംബത്തിൽ ഒരാളും പറയില്ല, കേട്ടോ അവിടെ വെക്ക്, എന്റെ കൂടെ ഉണ്ടായിരുന്നയാളാണ്, എന്റെ ഭർത്താവാണ്, എന്റെ ഭാര്യയാണ്, എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ്, എന്റെ മകനാണ്, പറയില്ല കേട്ടോ, പറയില്ല. അവർക്കാർക്കും വേണ്ടാത്ത ഒരു മയ്യത്തായി നമ്മൾ അവശേഷിക്കുമ്പോ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ ഈ ദുനിയാവും ആഖിറവും നമുക്ക് നൽകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും അള്ളാഹു പരിഗണിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് പ്രത്യേകമായി പറയുവാനുള്ളത്, നാം പ്രാർത്ഥനയോട് കൂടി പരസ്പരം സ്നേഹിച്ച് പരസ്പരം സലാം പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. ആ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇനി വിടകങ്ങളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് കുടുംബകങ്ങളിലേക്ക് ചെല്ലുക. അവിടെ അകന്നു പോയവരുണ്ട്, നമ്മോട് മനസ്സുകൊണ്ട് അകന്നു പോയവരുണ്ട്, നമ്മോട് ഇഷ്ടക്കേടുള്ളവരുണ്ട്. സലാം പറഞ്ഞ് തഖബ്ബൽ
തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളുണ്ട്, അവരോട് ചേർന്ന് നിന്ന് കയ്യൊന്ന് നെഞ്ചത്ത് വെച്ച് ഉമ്മ ഉപ്പ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റണം. മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. മക്കളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. പടച്ചവനെ, എൻ്റെ മക്കൾക്ക് ഹിദായത്ത് നൽകണേ, അവരെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി സന്ദർശനത്തോടു കൂടിയായിരിക്കണം ഈ പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതിനു വേണ്ടി ആളുകൾ പരിശ്രമിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ദാനം ചെയ്യാം. ബക്കറ്റ് കൊണ്ട് ആളുകൾ ഉണ്ടാകും. ഈ ഒരു മുസല്ലയിൽ പങ്കെടുത്ത ഈ ഒരു സൗകര്യം ഒരുക്കിയതിന് ആയിരങ്ങൾ ചെലവഴിച്ച ആളുകളുണ്ട്. അവർക്ക് ഈ കമ്മിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ സംഭാവനകൾ നൽകണം. അതോടൊപ്പം സഹോദരങ്ങളെ, ഇവിടെ വരാനിരിക്കുന്ന ഹജ്ജിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഏപ്രിൽ 27 ശനിയാഴ്ച പ്രസിഡൻസിയിൽ, പെരിന്തൽമണ്ണ പ്രസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ച് 9 മണി മുതൽ 1 മണി വരെ ഹജ്ജ് ക്യാമ്പ് നടക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഗവൺമെന്റിൽ ധാരാളം ആളുകൾക്ക് ഹജ്ജിന് അവസരം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് മഖബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട്, അവിടെ എത്തിച്ചേരുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ഇത്തരം പരിപാടികളിൽ നമ്മൾ ഉണ്ടാവണം. നമ്മുടെ കുട്ടികളുടെ മദ്രസ പഠനകാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. മോറൽ സ്കൂളുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവണം. അങ്ങനെ ഒരു ഉത്തമ മുത്തഖിയായി, മുഅ്മിനായി, നാളെ പരലോകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ നാവുകൊണ്ട് ആവർത്തിച്ച് ചൊല്ലിയ നമ്മൾ അതിനെ പ്രതിദാനം ചെയ്യുന്ന ഉമ്മത്തിലെ ഒരു ഉത്തമനായ, മുത്തഖിയായ, മുഅ്മിനായ, സ്വർഗാവകാശിയായ, സ്വർഗം പ്രതീക്ഷിക്കുന്ന നന്മകൾ ആവർത്തിച്ച് ചെയ്യുന്ന മുഅ്മിനാണ് ഞാനെന്ന്, അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമത്തെ മുസൽമാനാണ് എന്ന് ഉറക്കെ പറയാനുള്ള താക്കത്തുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, അയൽവാസികൾ, ബന്ധുക്കൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അവരുടെ ജീവിതത്തിലേക്ക് സമാധാനം തിരിച്ചു നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.